100% ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നഴ്സറി ഉപ്പുവള്ളി. വിശ്വസ്തത, അതാണ് ഞങ്ങളുടെ മുഖമുദ്ര. അയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. നിലമ്പൂർ മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ പുതിയ കോർഡിനേഷൻ സംവിധാനം ഒരുക്കുമെന്നും MLA ഇല്ലെങ്കിലും വികസന പദ്ധതികൾ തുടരുമെന്നും LDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിലമ്പൂർ ബൈപ്പാസിന് ഭരണാനുമതിയായ 235 കോടി കൊണ്ട് തുടർ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടത്തും. നിലമ്പൂർ ബൈപ്പാസ്, ഗവൺമെന്റ് കോളേജ്, ജില്ലാ ആശുപത്രി തുടങ്ങിയ പദ്ധതികൾക്ക് CPM ജില്ലാ നേതൃത്വം തടസ്സം നിന്നെന്ന വാദം അടിസ്ഥാനരഹിതമാണ്. ബൈപ്പാസിന് UDF-ഉം ആര്യാടനും എതിർ നിൽക്കുന്നുവെന്ന് മുമ്പ് ആരോപിച്ചിരുന്ന PV അൻവർ രാഷ്ട്രീയ മാറ്റത്തിന് ശേഷം LDF-നെയും CPM-നെയും പഴിചാരുകയാണ്. ഏരിയ നേതൃത്വം സഹകരിച്ചെന്നും ജില്ലാ നേതൃത്വം അവഗണിച്ചെന്നും പറയുന്നത് തെറ്റാണ്. ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമേ ഏരിയ കമ്മിറ്റിയും പ്രവർത്തിക്കൂ. CPM നേതൃത്വത്തിന്റെ അറിവോടെ തന്നെയാണ് കഴിഞ്ഞ 8 വർഷവും 1500 കോടിയുടെ വികസനം നടപ്പാക്കിയത്. കൂട്ടായ തീരുമാനത്തിലാണ് MLA ഫണ്ട് വിനിയോഗിച്ചത്. അതെല്ലാം സ്വന്തം പ്രവർത്തനമായി അവകാശപ്പെടുന്നത് ശരിയല്ല. PV അൻവർ നിലമ്പൂരിന്റെ MLA ആകും മുമ്പും മണ്ഡലത്തിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ LDF ഭരിച്ചിട്ടുണ്ട്. PV അൻവർ ഇല്ലെങ്കിലും നിലമ്പൂർ നഗരസഭയിലും പഞ്ചായത്തുകളിലും LDF മികച്ച നേട്ടം കൈവരിക്കുമെന്നും LDF നേതാക്കൾ പറഞ്ഞു. ഞങ്ങൾ സ്വാഭാവികമായി ഈ വികസന പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങൾ ഇടപെട്ട് കുറവുകൾ വന്നാൽ, പോരായ്മകൾ വന്നാൽ അത് ഇടപെട്ട് തിരുത്തുക എന്നതാണ് ഞങ്ങളുടെ ജില്ലാ നേതൃത്വത്തിന്റെ ചുമതല. സ്വാഭാവികമായി പ്രവർത്തന സംഘടിപ്പിക്കുന്ന ഞങ്ങൾ. എന്നാൽ ജില്ലാ നേതൃത്വത്തിന്റെയും സംസ്ഥാന നേതൃത്വത്തിന്റെയും സഹായത്തോടു കൂടി ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഇടപെട്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ പ്രാദേശികമായി ഇതിനെല്ലാം നല്ല സഹായം കിട്ടിയിട്ടുണ്ട് എന്നാണല്ലോ പറയുന്നത്. ആ സഹായം എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്വാഭാവികമായ ചുമതലയാണ്. ഞങ്ങളുടെ സംഘടനാ പ്രവർത്തന രീതി അങ്ങനെയാണ്. അല്ലാതെ ആരെങ്കിലും ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ്. പിന്നെ MLA ഫണ്ട് ഉപയോഗപ്പെടുത്തി കുറെ കാര്യങ്ങൾ ചെയ്യും. MLA ഫണ്ട് വിനിയോഗത്തിലും ഞങ്ങൾക്കിപ്പോ MLA എന്നുള്ളത് മാത്രമല്ല, ഈ മണ്ഡലത്തിൽ മാത്രമല്ല, എല്ലായിടത്തുമുള്ള സംവിധാനമാണ്. ഒരു പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, അവിടെയാണെങ്കിൽ പോലും ആ ഫണ്ട് വിനിയോഗം, വികസന പ്രവർത്തനം എങ്ങനെയാവണം എന്നതിനെ സംബന്ധിച്ച് ഈ കമ്മിറ്റികളുടെ ഒരു ചർച്ചയും ഒരു അഭിപ്രായ രൂപീകരണവും ഒരിടപെടലുണ്ട്. കമ്മിറ്റികൾ അഭിപ്രായം രൂപീകരിക്കുന്നത് എങ്ങനെ? ഞങ്ങളുടെ പ്രാദേശിക കമ്മിറ്റികൾ വികസന കാര്യങ്ങളുടെ അഭിപ്രായം രൂപീകരിക്കുന്നത്, പ്രയോറിറ്റി നിശ്ചയിക്കുന്നത് ജനങ്ങളുടെ അഭിപ്രായത്തിൽ അടിസ്ഥാനം. ഓരോ പ്രദേശത്തും പിന്നെ റോഡിന് ഒരു പ്രയോറിറ്റി കൊടുക്കണം, അവിടെയാണ് അധികം പ്രയാസം എന്നുള്ളത് ബോധ്യപ്പെടുത്തിയാൽ, അതാ കമ്മിറ്റി ചർച്ച ചെയ്താൽ അക്കാര്യമാണ് മേലക്ക് നിർദ്ദേശമായിട്ട് വരും. ഇക്കാര്യമാണ് MLA ആയാലും മുനിസിപ്പാലിറ്റി ആയാലും പഞ്ചായത്തായാലും വേറെ സംവിധാനങ്ങളായാലും അവരുമായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. അങ്ങനെ ജനങ്ങളുടെ ആവശ്യങ്ങൾ കൂട്ടായ ചർച്ചയിലൂടെ രൂപപ്പെടുത്തിയെടുക്കുന്ന നിർദ്ദേശങ്ങളും തീരുമാനങ്ങളുമാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് സ്വാഭാവികമായി LDF-ഉം CPM-ഉം LDF-ലെ മറ്റ് ഘടക പാർട്ടികളും എല്ലാം പ്രവർത്തിക്കുന്ന രീതി. ബൈപ്പാസ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങളും മറ്റ് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിലും LDF-ന്റെ നിയോജക മണ്ഡലം നേതൃത്വം ഒറ്റക്കെട്ടായി ഇടപെട്ട് ഞങ്ങളുടെ ജില്ലാ നേതൃത്വത്തിന്റെയും സംസ്ഥാന നേതൃത്വത്തിന്റെയും സഹായത്തോടുകൂടി സർക്കാരിൽ ഇടപെട്ട് ഈ വികസന പ്രവർത്തനങ്ങൾ, നമ്മുടെ പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ സത്വരമായി നടപ്പാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും. LDF മണ്ഡലം കമ്മിറ്റി തന്നെ വികസന പ്രവർത്തനങ്ങളിലോ മറ്റു കാര്യങ്ങളിലോ മണ്ഡലത്തിലെ ജനങ്ങൾക്കുണ്ടാകുന്ന പരാതികളോ പ്രയാസങ്ങളോ പരിഹരിക്കാൻ നിലമ്പൂർ മണ്ഡലം കേന്ദ്രത്തിൽ ഒരു സ്ഥിരം സംവിധാനം ഉണ്ടാക്കണം എന്നുമാണ് ആലോചിക്കുന്നത്. അപ്പൊ ഇക്കാര്യം ജനങ്ങളെ അറിയിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. പക്ഷെ അതിനിടയിൽ ഒരു പത്രസമ്മേളനം നടന്ന് അതിനകത്ത് പറഞ്ഞ ചില കാര്യങ്ങളെ സംബന്ധിച്ച് സ്വാഭാവികമായി പറഞ്ഞു പോകേണ്ടതുണ്ട്. അതിലൊന്ന് ബൈപ്പാസ്. അതിനിപ്പോ തടസ്സം നിൽക്കുന്നത് LDF-ന്റെ നേതൃത്വം, പ്രത്യേകിച്ച് CPM-ന്റെ ജില്ലാ നേതൃത്വം എന്ന നിലയിലുള്ള ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. നേരത്തെ ഉന്നയിച്ച് ഞങ്ങൾ മറുപടി പറഞ്ഞു കഴിഞ്ഞതാണ്, വീണ്ടും ആവർത്തിക്കുക. ഇതുവരെ പറഞ്ഞിരുന്നല്ല, 8 കൊല്ലമായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ബൈപ്പാസ് ആയാലും ജില്ലാ ആശുപത്രി ആയാലും അതിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് UDF ആണ്. മരണപ്പെട്ടു പോയ ബഹുമാനായ ആര്യാടൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാണ്. ബൈപ്പാസിൽ വടി പാകിയിരിക്കുകയാണ്. ഇതുവരെ പറഞ്ഞത് കാര്യം ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടെ സ്വാധീനിച്ചുകൊണ്ട് വടി വെച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പൊതുയോഗങ്ങളിലായാലും പത്രസമ്മേളനങ്ങളായാലും പരസ്യമായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം
ഇതൊക്കെ മാധ്യമ സുഹൃത്തുക്കൾക്ക് അറിയാവുന്നതാണ്. ഇതിന് തടസ്സം ആര്യാടൻ മുഹമ്മദ് വാർത്താ സമ്മേളനത്തിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം പത്മാക്ഷൻ, CPI മണ്ഡലം സെക്രട്ടറി എം മുജീബ് റഹ്മാൻ, ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് MA വിറ്റാജ്, കേരള കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം സ്കറിയാക് നാന്തോപ്പിൽ, INL ജില്ലാ കമ്മിറ്റി അംഗം പരാട്ടി കുഞ്ഞാൻ, NCP മണ്ഡലം കമ്മിറ്റി അംഗം ബേബി വെള്ളിമുറ്റം, CPM ഏരിയ സെക്രട്ടറി K മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.